സോ ഫ്ലുമിനീസിനെ 2-0 തോപ്പിച്ചുകൊണ്ട് ചെൽസി ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. തന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിൽ ആള് ഡെബ്യൂട്ട് ലാസ്റ്റ് മാച്ചിൽ ഓഫ് ദ ബെഞ്ച് നടത്തിയിരുന്നു. പക്ഷെ ഫോർ ദ ഫസ്റ്റ് സ്റ്റാർട്ട് ചെൽസി ജേഴ്സിയിൽ ആള് 2 ഗോളാണ് ജാവോ പെഡ്രോ അടിച്ചിരിക്കുന്നത്. അതും തന്നെ ബോഹിറ്റ് ക്ലബായ ഫ്ലുമിനീസിക്ക് അഗേൻസ്റ്റ് ആള് സെലിബ്രേറ്റ് ചെയ്തുമില്ല. ഗ്രേറ്റ് ജസ്റ്റർ ആയിരുന്നു അത്. 2-0 വിക്ടറി നേടിക്കൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് കാര്യമായിട്ട് ചെൽസിനെ വറി ചെയ്യിച്ചില്ല ഫ്ലുമിനീസി. ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ചെൽസി ഫൈനലിൽ കടന്നിരിക്കുകയാണ്. സോ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് 80 മില്യൺ യൂറോസിന് മുകളിൽ ചെൽസി ഓൾറെഡി നേടിയിട്ടുണ്ട്. സോ ഫൈനലോടെ ജയിക്കുവാണെങ്കിൽ 110-20 മില്യൺ ഇടയ്ക്ക് ചെൽസി നേടുകയും ചെയ്യും. സോ ഈ ഒരു ടൂർണമെന്റിലോട്ട് വരുമ്പം സ്റ്റാർട്ടിൽ ചെൽസി ഫൈനലിൽ എത്തുമെന്ന് മിക്കവരും പ്രഡിക്ട് ചെയ്ത് കാണത്തില്ല. ഒരു യങ് ടീം എൻസോ മറസ്കയുടെ സൈഡ് എങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്നെല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു. യെസ്, കമ്പാരിറ്റീവ്ലി അപ്പുറത്തെ പൂളിലല്ല ഇപ്പുറത്തെ പൂളിലാണെന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും ജയിക്കുക എളുപ്പമുള്ള കാര്യമല്ല. ഈ ബ്രസീലിയൻ സൈഡ്സ് ആയ ഫ്ലുമിനീസിനെയൊക്കെ തോപ്പിച്ച് വരുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. സോ പാൽമേറസിന് അഗേൻസ്റ്റ് ആണ്, ഫ്ലുമിനീസിക്ക് അഗേൻസ്റ്റ് ആണ്. ഡിഫിക്കൽട്ട് മാച്ചുകളാണ്. അതിനകത്ത് ചെൽസി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു, പ്രോപ്പറായിട്ട് തന്നെ കളിച്ച് ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോൾ വിത്തൗട്ട് എ ഡൗട്ട് ജാവോ പെഡ്രോ എന്ന് പറയുന്ന സൈനിങ് എന്തുമാത്രം കിടിലാണ്. ആ സൈനിങ് ഫോർ 55 മില്യൺ എന്നുള്ളത് പ്രൂവ് ചെയ്ത ഒരു മാച്ച് തന്നെയായിരുന്നു. സോ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ ജാവോ പെഡ്രോ, ഗിറ്റൻസ് ഇങ്ങനത്തെ സൈനിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ടീമിൽ ഒന്ന് സ്റ്റാർട്ട് ആവും. ചെൽസിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കുന്ന ലെവൽ ഓഫ് സൈനിങ്സ് ആണ്. വിച്ച് ഈസ് ഗുഡ് ടു സി. ജാവോ പെഡ്രോയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ആൾ 60 മിനിറ്റോളം കളിച്ചു. സൂപ്പർ പ്ലെയർ ഇൻ ദാറ്റ് പിച്ച്. അതുപോലെ തന്നെ ഇന്നലെ നല്ല പെർഫോമൻസ് ആയിരുന്നു കോൾ പാൾമറിന്റെ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ആളൊരു ഗോൾ അടിച്ചില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു. ജാക്സൺ ലേ ഓഫ് ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു. സോ അത് ജാക്സൺ അവിടെ ഒരുക്കി കൊടുത്തില്ല. അത് പാൾമറിന് ഈസി ഒരു ടാപ്പിനായിരുന്നു. അത് ഒഴിച്ച് നിർത്തിയാൽ പാൾമർ നല്ലപോലെ തന്നെ കളിച്ചു. പാൾമർ നല്ലപോലെ തന്നെ കളിച്ചു. അത് ഒഴിച്ച് നിർത്തിയാൽ ആ ഒരു സിറ്റുവേഷൻ ഒഴിച്ചാൽ പുള്ളി പലപ്പോഴും നല്ല ചാൻസുകൾ ടീമിന് ക്രിയേറ്റ് ചെയ്തു. പുള്ളിയും ഒരു സെൽഫിഷ് പ്ലെയർ ഉണ്ടായിരുന്നു. ഡ്രൂസ്ബറി ഹോളിന് ലേ ഓഫ് ചെയ്യാനായിട്ടൊരു അവസരം പാൾമർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൈസീറോയുടെ പെർഫോമൻസ് ആണ്. എഗെയിൻ സോളിഡ് പ്ലെയർ. ഈ 115, 110, 115 മില്യൺ എന്നൊക്കെ പറയാൻ വലിയ എമൗണ്ട് ആണ്. പക്ഷെ അതിപ്പോൾ ഒരു സ്റ്റീൽ പോലെ തോന്നുന്നു. എൻസോ ഫെർണാണ്ടസ് എഗെയിൻ വാട്ട് എ പ്ലെയർ. കുക്കുറയ മാൻ ഒരു രക്ഷയില്ല. ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു കുക്കുവിന്റെ. സോ ഒരു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കുക്കുറയുടെ. ആൻഡ് ഗുസ്തോ ആണ് ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഹി ഡിഡ് ഹിസ് റോൾ. സെന്റർ ബാക്ക് ഡ്യൂവേഴ്സ് രണ്ടും അടിപൊളിയായിരുന്നു. ചാലബവും ടോസിനും, എസ്പെഷ്യലി ടോസിന്റെ പെർഫോമൻസ് അല്ലായിരുന്നു. ആൻഡ്രേ സാനോസ് ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയിട്ട് റിയലി ഇംപ്രസ് ചെയ്തു. സോ ഓവറോൾ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം ചെൽസി. ആൻഡ് അഗെയിൻ പെഡ്രോ നെറ്റോ മാൻ, പുള്ളിയുടെ വർക്ക് റേറ്റും ആൻഡ് ഇന്നലെ പുള്ളിയുടെ ഓവറോൾ ഗെയിം അടിപൊളിയായിരുന്നു. ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ പ്ലേയേഴ്സും എല്ലാം നല്ലപോലെ തന്നെ കളിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. ജാക്സൺ ഒഴിച്ചു നിർത്തിയ പിന്നെ ജാക്സന്റെ കാര്യങ്ങൾ ചെയ്തല്ലേ നമ്മൾ സ്ട്രീമിൽ പറഞ്ഞ പോലെ. ജാക്സൺ ആണെങ്കിൽ നല്ല ചാൻസുകൾ വന്നു, പക്ഷെ ജാക്സൺ സംഭവങ്ങൾ ഫിനിഷ് ചെയ്തില്ല. പിന്നെ നല്ലൊരു ചാൻസ് പാൾമറിന് ഒരുക്കി കൊടുക്കായിരുന്നു, അതും ചെയ്തില്ല. അപ്പം ജാക്സൺ മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും നല്ലതായിട്ട് തന്നെ കളിച്ചു. സാഞ്ചസിന് കാര്യമായിട്ടൊന്നും സേവ് ചെയ്യേണ്ടിരുന്നില്ല. ആൻഡ് എൻസോ മറസ്കയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വേർ ഓൺ പോയിന്റ്. കൈസിയുടെ ലാസ്റ്റ് ചെറിയൊരു ഇഞ്ചറി പറ്റിപ്പോയി, കുഴപ്പമില്ല എന്നാണ് കേട്ടത്. ഫൈനലിൽ ആൾ കാണുമെന്നൊക്കെ കേൾക്കുന്നു. സോ ആൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവുകയാണെങ്കിൽ അത് ചെൽസിക്ക് വണ്ണടിയാവും. സോ എ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം ചെൽസി. നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. സോ അവിടുന്ന് നമ്മൾ നേരെ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കിടക്കുവാണ്. സോ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് വരുമ്പോഴേക്കും എസ്എയുടെ കാര്യത്തിലാണ് ഫസ്റ്റ് അപ്ഡേറ്റ് ഉള്ളത്. സോ ആർസണൽ എസ്എ ആയിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണല്ലോ. സോ ഒരു പ്ലെയർ സ്വാപ്പ് പ്രപ്പോസൽ, അതായത് 68 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസിന്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യാതെ കുറച്ച് എമൗണ്ടും ഒരു പ്ലെയറിനെയും വെച്ച് പ്രൈസ് ടാഗ് കുറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കറ്റയുടെ കാര്യത്തിലാണ്. സോ മക്കറ്റന് 20 മുതൽ 25 മില്യൺ പൗണ്ട്സിനിടയ്ക്ക് സിറ്റി വിൽക്കുക എന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോ റൊമാനോയുടെ ഒക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. സോ അറ്റലാന്റ ഇപ്പം മക്കറ്റിനെ സൈൻ ചെയ്യാൻ നോക്കുന്നെന്ന് കേൾക്കുന്നു. സോ ലെവർകൂസനുമായിട്ട് താരം പേഴ്സണൽ ടൈംസ് ഒക്കെ ചെയ്തു ഡീല് നീങ്ങുവാണെന്നുള്ള രീതിയിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അതെന്തോ കാരണം വെച്ചാൽ ലാസ്റ്റ് മൊമെന്റ് ബ്രേക്ക് ആയെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. സോ ഇപ്പൊ അറ്റ്ലാന്റ താരത്തിന് മേൽ ഇൻട്രസ്റ്റ് കാണിക്കുകയാണ്. സോ ഇന്നലെ നമ്മൾ പറയുന്നു റിക്കാർഡ് റിയോസിന് വേണ്ടി ഇന്റർ മിലാനും റോമയും ടോക്സ് നടത്തിയതായിട്ട് ഫാബ്രിസിയോ കൺഫേം ചെയ്തു. സോ ഇന്നിപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നത് ഓൾറെഡി റോമ 30 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ വിട്ടു. അതാണ് പാൽമേറസ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 30 മില്യൺ യൂറോ. സോ പാൽമേറസ് ഡിമാൻഡ് ചെയ്ത് 30 മില്യൺ കൊടുക്കാൻ റോമ റെഡിയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. സോ ലെറ്റ്സ് സീ. ഇന്റർ മിലാൻ റേസിലുണ്ട്, മാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണ്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണ് വിക്ടർ ഓസിമൻ വേണ്ടി 75 മില്യൺ യൂറോസിൽ താഴെ നെഗോഷിയേറ്റ് ചെയ്തില്ല എന്നുള്ള വാശിയിലായിരുന്നല്ലോ നോപ്പളി. 60 മില്യന്റെ ബിഡ് വിട്ടിരുന്നു, അത് റിജക്ട് ചെയ്തു ഗാലറ്റാസറായിന്ന്. അവരിൽ ഇപ്പോൾ 75 മില്യന്റെ ബിഡ് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു, അത് വരികയും ചെയ്തു. സോ പ്രൈസ് അഗ്രി ചെയ്തു. പക്ഷെ ഒറ്റ ഒരു കാര്യമുള്ളൂ, പേയ്മെന്റ് സ്ട്രക്ചർ.
5 വർഷം കൊണ്ട് ഈ 75 മില്യൺ പേ തീർക്കത്തക്ക രീതിയിൽ ഒരു സ്ട്രക്ചറാണ് ഗാലക്ടസറെ ഓഫർ ചെയ്തത്. അത് റെഡി അല്ല നാപ്പിളിക്ക് മെജോറിറ്റി ഓഫ് ദ 75 അപ് ഫ്രണ്ട് വേണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അതുപോലെ തന്നെ ഡിപ്പോളിന്റെ കാര്യത്തിലാണ്. സോ ഡിപ്പോളിന്റെ കാര്യത്തിലൂടെ ഒരു ആൾ പേഴ്സണൽ ടൈംസ് ഇന്റർ മയാമിയായിട്ട് അഗ്രി ചെയ്തു. അത്ലറ്റിക്കോ മാഡ്രിഡും ഇന്റർ മയാമിയും തമ്മിൽ 15 മില്യൺ യൂറോസിന്റെ 15 മില്യൺ യൂറോസിന്റെ ഒരു ട്രാൻസ്ഫർ പാക്കേജ് അഗ്രി ചെയ്യുന്നതിന്റെ വക്കീലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരേ ഒരു വിഷയം ഡിയേഗോ സിമിയോണിയാണ്. സിമിയോണി പ്ലെയറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പോകേണ്ടത്. സിമിയോണി ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാ പാർട്ടീസും ഡിപ്പോൾ അങ്ങോട്ട് പോകുന്നതൊക്കെ ഫേവറബിൾ ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ ലിയാൻഡ്രോ ട്രൊസാർഡിനെ ബേസ് ചെയ്താണ്. സോ ട്രൊസാർഡിനെ മാർക്കറ്റിൽ ആർസണൽ അവൈലബിൾ ആക്കിയിരുന്നു. 20 മില്യൺ യൂറോസ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നതാണ് വാർത്തകൾ കേട്ടിരുന്നു. 15 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ ഫെനർബാച്ചയുടെ ഭാഗത്തു നിന്ന് വന്നു എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ. അവിടുന്ന് റയൽ മാഡ്രിഡിന്റെ അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡിന് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് വന്നിരിക്കുന്നത്. സോ ആദ്യമേ പറയാനായിട്ടുള്ള അൽവാരോ കരേറാസ് ഡീൽ റയൽ മാഡ്രിഡ് ഫൈനലൈസ് ചെയ്യാൻ പോവാണെന്നാണ് ഫാബ്രിസിയോയുടെ റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. ആ രണ്ട് പാർട്ടീസും തമ്മിൽ ടേംസ് അഗ്രി ചെയ്തു. ഓൾറെഡി ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ഈ ഡീലിലോട്ട് റയൽ മാഡ്രിഡ് വരുമെന്ന് എല്ലാവരും കൺഫേം ആക്കിയതാണ്. സോ റാഫേൽ ഒബ്രഡോർ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ ഒരു അക്കാഡമി പ്രോഡക്റ്റ് ലെഫ്റ്റ് ബാക്ക്, പുള്ളീനെ അങ്ങോട്ട് ബെനഫിക്കയിലോട്ട് ഈ ഒരു സെയിലിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ റാഫേൽ ഒബ്രഡോർ ടു ബെനഫിക്ക ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൽവാരോ കരേറാസ് ഫെർണാണ്ടസ് ഡീൽ ഉൾപ്പെടുത്തി. സോ ആളുടെ റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കും റാഫേൽ ഒബ്രഡോർ വരിക. ആൻഡ് റയൽ മാഡ്രിഡ് അൽവാരോ കരേറാസിനെ ഉടനെ തന്നെ എത്തിക്കും. ഹിയർ വി ഗോ സൂൺ എക്സ്പെക്ട് ചെയ്യാം. പ്രൈസ് ടാഗ് 40 മില്യൺ അറൗണ്ട് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെയാണ് കൊണാട്ടയുടെ കാര്യത്തിൽ. കൊണാട്ടെ ലിവർപൂളിന്റെ അടുത്ത കോൺട്രാക്ട് പ്രപ്പോസലും റിജക്ട് ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത്. സോ താരത്തിന്റെ എയിം റയൽ മാഡ്രിഡിൽ 2026 ഫ്രീ ഏജന്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ വിങ്ങറായ റോഡ്രിഗോ ലിവർപൂളുമായിട്ട് ലേറ്റസ്റ്റ് ഡിസ്കഷൻ നടത്തി. റോഡ്രിഗോയുടെ ഏജൻസ് എന്നാണ് ഗ്രാം ബെയ്ലി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ദിവസം ഫാബ്രീസിയോ കൺഫേം ആക്കിയിരുന്നു ആൾക്ക് വേണ്ടി ഓൾറെഡി PSG-യും ആർസണലും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും ടോക്സ് നടത്തിയിരുന്നു. കൂടാതെ മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അത്ലറ്റിക്കും റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ ലിവർപൂൾ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ടോക്സ് നടത്തിയെന്നാണ് ഗ്രാം ബെയ്ലിയുടെ ഒക്കെ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട് പോകാനായിട്ടാണെങ്കിൽ സാൻജോ യുവന്റസിൽ ജോയിൻ ചെയ്തതിന്റെ വക്കീലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ സാൻജോ മോന് യുവന്റസുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന്റെ വക്കീലാണെന്നാണ് വാർത്തകൾ വരുന്നത്. ഓൾറെഡി 25 മില്യൺ പൗണ്ട്സിന്റെ അറൗണ്ട് ഫീസ് യുണൈറ്റഡിന് കൊടുക്കാൻ റെഡിയാണെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ലിയാൻഡ്രോ പരഡസ് ടു ബൊക്ക ഹിയർ വി ഗോ എന്ന് വന്നിട്ടുണ്ട്. സോ റോമയ്ക്ക് 3.5 മില്യൺ യൂറോസിന് താഴെ ഒരു ഫീസ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇഗോർ പാക്സിയോയ്ക്ക് വേണ്ടി ഓൾറെഡി മാർസെ ടോക്സ് നടത്തുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഫെയിനോട് 40 മില്യൺ യൂറോസ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് ക്ലബ്സും ബയർ ലെവർകൂസനും താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഗബ്രിയൽ ഹെയ്ൻസ് നമുക്കറിയാം ഫോർമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻഡർ ആണ്. പുള്ളി ആർസണലിൽ അസിസ്റ്റന്റ് സ്റ്റാഫായിട്ട് അതായത് വൺ ഓഫ് ദ അസിസ്റ്റന്റ് ആയിട്ട് മിക്കേൽ ആർട്ടറ്റയോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽവിറ്റ് ലൂവിനെ ന്യൂകാസിൽ കോളം വിൽസന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് എത്തിക്കാനായിട്ട് നീക്കങ്ങൾ തുടങ്ങിയെന്ന് കേട്ടു. സോ ഓൾറെഡി ഫ്രീ ഏജന്റ് ആയിട്ടാണ് വിൽസൺ പോയത്. ആളുടെ റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കും ഫ്രീ ഏജന്റ് ആയിട്ട് നിൽക്കുന്ന കാൽവിറ്റ് ലൂവിനെ എവർട്ടണിൽ നിന്ന് ഓൾറെഡി കോൺട്രാക്ട് കഴിഞ്ഞ് നിൽക്കുന്ന പ്ലെയറാണ് എത്തിക്കുന്നത്. സോ എത്തിക്കാനായിട്ട് നീക്കങ്ങൾ നടത്തുന്നത്. സോ മാൻ യുണൈറ്റഡ് ലിങ്ക്സും കാൽവിറ്റ് ലൂവിനുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബയൺ മ്യൂണിക് അപ്ഡേറ്റോട് പോകാനായിട്ടാണ് ബയൺ മ്യൂണിക് എൻകുങ്കുവിലും അതുപോലെ തന്നെ റെനേറ്റോ വെഗയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എൻകുങ്കുവിന് 35 മില്യൺ യൂറോസ് ആണ് ചെൽസി ഡിമാൻഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ബോട്ടോഫോഗോ 35 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ റിജക്ട് ചെയ്തു. ബെൻഫീക്കയുടെ ഭാഗത്തു നിന്ന് തിയാഗോ അൽമാഡയ്ക്ക് വേണ്ടി 40 മില്യൺ യൂറോസ് ആണ് ബോട്ടോഫോഗോ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽട്ടിക്കും മലാസിയും തമ്മിൽ ടോക്സ് നടക്കുന്നതിന് വാർത്തകൾ കേൾക്കുന്നുണ്ട്. 3 മില്യൺ യൂറോസിന് ഈ ഡീല് ഡൺ ആവുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ അൽക്വാഷ ഓൾറെഡി ഒബമിയാങ്ങിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞാണല്ലോ, മ്യൂച്വലി അഗ്രി ചെയ്ത് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. സോ ഒബമിയാങ്ങിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് അവർ 53 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് അറ്റ്ലാന്റയുടെ ഇറ്റാലിയൻ സെന്റർ ഫോർവേഡ് ആയ റെറ്റൂവിക്ക് വേണ്ടി വിട്ടു. അത് അറ്റ്ലാന്റ റിജക്ട് ചെയ്തു. 60 മില്യൺ യൂറോസ് ആണ് ഡിമാൻഡ് ചെയ്തതെന്നാണ് ആൽഫ്രഡോ പെഡുലോ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അത്ലറ്റിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം മോയിസസ് കീനിൽ ഇൻട്രസ്റ്റഡ് ആയ
ഒരു ക്ലബ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 52 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഉണ്ട് ഈ ഫ്യോറന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന ഇറ്റാലിയൻ സെന്റർ ഫോർവേഡിന് ജൂലൈ 1-നും 15-നും ഇടയ്ക്ക്. അതിനെക്കുറിച്ച് മാൻ യുണൈറ്റഡ് ഡിസ്കസ് ചെയ്യുന്നു വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹാൻ ബാക്കോക്കോനെ നോട്ടിംഗം ഫോറസ്റ്റ് എലാങ്കയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് PSVയിൽ നിന്ന് നോക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ PSG 50 മില്യൺ യൂറോസ് ആണ് കോളോ മുവാനിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്. വെസ്റ്റാം ആണെങ്കിൽ അരണൌ മാർട്ടിനസിന് വേണ്ടി ജിറോണയുടെ പ്ലെയർ ആണ്, 14 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഉണ്ട്. താരത്തിന്റെ മേൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ വെസ്റ്റാം ഓൾറെഡി താരമായിട്ട് ടോക്സ് നടത്തുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ഇവാൻ ഫെർഗൂസനെ റോമ നോക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. റോമയാണെങ്കിൽ ഒരു സെന്റർ ഫോർവേഡിന് വേണ്ടി മാർക്കറ്റിലുണ്ടെന്നും ഇവാൻ ഫെർഗൂസൻ ആണ് ബ്രൈറ്റന്റെ വൺ ഓഫ് ദ പ്ലെയർ ടു വാച്ച് എന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ കൂടാതെ മറ്റു കുറെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ബാർസലോണ ന്യൂസ് ആയിട്ടും അതുപോലെ തന്നെ ഷഗീറൊക്കെ ആയിട്ട് ലിങ്ക്സ് വന്നിരുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു ഡിഫറെന്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.